നമ്മളെല്ലാം കേൾക്കുന്ന ഒരു പേരുണ്ട്, ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, ഒരു മാഡം എന്ന് പറഞ്ഞൊരാൾ. ആ മാഡം എന്ന് പറയുന്നത് ആരാണ്? അത് വഴിയേ അറിഞ്ഞോളൂ. ഒരു ബിഷപ്പ് പ്രതിയായിട്ടുള്ള ഒരു കേസിനകത്ത് തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കോടതിക്ക് അദ്ദേഹത്തിന് വെറുതെ വിടേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം. ആനുകൂല്യം കണ്ടെത്താനുള്ള ബദ്ധപ്പാടും ശ്രീ ജയശങ്കർ അടക്കം വ്യക്തമായി അറിയാവുന്നത്. അതെ, ജയശങ്കർ സാറിനോട് പറഞ്ഞിരിക്കാൻ ഞാൻ ആളല്ല. എങ്കിലും ഞാൻ ഈ പറഞ്ഞു വരുന്നത് ചില പാറ്റേണുകളാണ്. സ്വാഭാവികം. ആ മാഡം എന്ന് പറയുന്നത് ആരാണ് എന്ന് ഇതുവരെ ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരാൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ തന്നെ നമ്മള് ഇവരൊക്കെ കുറ്റക്കാരാണ്, ഇവരെ തൂക്കിക്കൊല്ലണമെന്ന് വാദിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നാമം ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. അത് ആരാന്ന് അന്വേഷിച്ചു പോയില്ല. ഒരുപക്ഷെ ഈ പറഞ്ഞ വെറുതെ വിടപ്പെട്ട ദിലീപ് കോൺസ്പിറസിയിൽ പാർട്ടായിരിക്കാം, പക്ഷെ ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു കോൺസ്പിറസി ആയിരിക്കില്ല. ഈ കേസലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. ആ കോൺസ്പിറസിക്ക് വേറൊരു ആംഗിൾ ഉണ്ടാവാം, ഇതിനിടയിൽ മറ്റൊരാൾ ഉണ്ടാവാം, പക്ഷേ അങ്ങോട്ടൊന്നും പോകാൻ താല്പര്യം കാണിച്ചിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അത് ശരിയോ തെറ്റോ എന്നറിയില്ല. ഈ പേരുകളും ബാലേന്ദ്രകുമാറിന്റെ ചില റെവലേഷൻസും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ കോൺസ്പിറസി ഉണ്ടാകാം. ആ കോൺസ്പിറസിയുടെ ആംഗിൾ മറ്റൊന്നായിരിക്കാം. പക്ഷേ ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷനിൽ ഇത് ഇങ്ങനെ മതി എന്ന് ആരൊക്കെയോ എവിടെയൊക്കെയോ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ എല്ലാം ഫൈനൽ ഔട്ട്കമാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് പോലെ നീതി നിഷേധമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ട് നമ്മൾ വിളിക്കുന്നു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ.